അധികം വൈകാതെ കത്തിച്ചാമ്പലാകും. അതിനു മുൻപ് നമുക്ക് മറ്റൊരു ഗ്രഹത്തിൽ കോളനി സ്ഥാപിക്കണം. അത് എത്രയും പെട്ടെന്ന് നടത്തുന്നതാവും നല്ലത്. നിലവിൽ ചൊവ്വയാണല്ലോ ഇതിന് ഏറ്റവും അനുയോജ്യം. അപ്പോൾ അവിടേക്ക് പോകാനുള്ള നീക്കം ഉടൻ നടത്തണം. പറയുന്നത് മറ്റാരുമല്ല, ഇലോൺ മസ്ക് ആണ്. അങ്ങനെ ലോകാവസാനവും പ്രവചിച്ചിരിക്കുകയാണ് സ്പേസ് എക്സ് ചീഫ്. ഭൂമി അടുത്ത് തന്നെ നശിച്ചു പോകുമെന്നും ചൊവ്വയിലേക്ക് കുടിയേറാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നുമാണ് മസ്കിന്റെ പുതിയ പ്രസ്താവന. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സ്പേസ് എക്സിന്റെ ഒക്കുപ്പൈ മാർസ് എന്ന പദ്ധതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് മസ്ക് തന്റെ ഉൾക്കാഴ്ച തുറന്നു പറഞ്ഞത്. ഭൂമി മാത്രമല്ല നമ്മുടെ വീട്, മറ്റ് ഗ്രഹങ്ങളിലേക്ക് നമുക്ക് കുടിയേറണം എന്നൊക്കെ ഇടയ്ക്കിടെ പറയാറുള്ളയാളാണ് മസ്ക്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്പേസ് മിഷനുകളാണ് മസ്ക് വിഭാവനം ചെയ്യുന്നതും. ചൊവ്വയിലേക്ക് മാറി താമസിക്കുക എന്നത് സ്വപ്നമല്ലെന്നും ഒരു അനിവാര്യതയാണെന്നുമാണ് നിലവിലെ മസ്കിന്റെ കൂട്ടിച്ചേർക്കൽ. മസ്കിന്റെ വാക്കുകൾ വിശ്വസിക്കാനാകാതെ ഫോക്സ് ന്യൂസ് ഹോസ്റ്റ് ജെസ്സി വാട്ടേഴ്സ് ഇത് എടുത്തു ചോദിക്കുന്നുമുണ്ട്. മസ്കിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഒരു നാൾ ഭൂമി സൂര്യനിൽ നിന്നുള്ള ചൂടിൽ കത്തിച്ചാമ്പലാവുക തന്നെ ചെയ്യും. കാരണം സൂര്യൻ ഭയാനകമാംവിധം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി നശിക്കുന്നതിന് മുൻപ് എത്രയും വേഗം മറ്റൊരു വാസസ്ഥലം കണ്ടെത്തണം. മറ്റ് ഗ്രഹങ്ങളിൽ കോളനികൾ സ്ഥാപിക്കാനുള്ള നീക്കം വൈകരുത്. ഒക്കുപ്പൈ മാർസ് മിഷന്റെ ലക്ഷ്യം അതാണ്. വെറുതെ കണ്ടുപോരുകയല്ല, ചൊവ്വയിൽ സുസ്ഥിരമായ മനുഷ്യവാസം സാധ്യമാക്കുകയാണ് ഈ മിഷന്റെ ലക്ഷ്യം. മനുഷ്യർക്ക് മറ്റ് ഗ്രഹങ്ങളിലും ജീവിക്കാൻ കഴിയണം. അങ്ങനെയായാൽ മനുഷ്യകുലത്തിന് കാലാകാലങ്ങളോളം പ്രപഞ്ചവാസം സാധ്യമാകുന്നതിനുള്ള സാധ്യതകൾ തുറന്നുവരും. ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മനുഷ്യജീവൻ പ്രപഞ്ചത്തിൽ ഉണ്ടാകില്ല എന്ന സാഹചര്യം ഉണ്ടാകരുത്. ഒരു തരത്തിൽ ചൊവ്വയിൽ പോവുക എന്നത് മനുഷ്യർക്ക് ഒരു ഇൻഷുറൻസ് പ്ലാൻ പോലെയാണ്. ഒരു 100 മില്യൺ വർഷത്തിനുള്ളിൽ ഭൂമി നശിച്ചാൽ ചൊവ്വയുണ്ടല്ലോ എന്ന പോളിസിയാണത്. ഭൂമിക്കിനി ഏകദേശം 450 മില്യൺ വർഷങ്ങളെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോഴേക്കും മനുഷ്യവാസം യോഗ്യമല്ലാത്ത വിധം അത് ചുട്ടുപഴുക്കും. അതുകൊണ്ട് ജീവന് സാധ്യതയുള്ള ഗ്രഹങ്ങളിൽ വസിക്കാൻ തക്കവണ്ണം ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ. അതിന് വൈകിക്കൂടാ. ചൊവ്വയിൽ മനുഷ്യരുടെ കോളനി സ്ഥാപിക്കണമെന്ന് മസ്ക് ഇന്നോ ഇന്നലെയോ പറയാൻ തുടങ്ങിയ കാര്യമല്ല. അടുത്ത 10 വർഷത്തിനുള്ളിൽ മനുഷ്യനെ ചൊവ്വയിൽ ഇറക്കിയിരിക്കുമെന്നായിരുന്നു 2011 മസ്ക് എടുത്ത പ്രതിജ്ഞ. പിന്നീട് 2022 ഈ ടാർഗറ്റ് ഡേറ്റ് നീട്ടി. 2029 നിലവിൽ മസ്ക് സെറ്റ് ചെയ്തിരിക്കുന്ന വർഷം. 2029 മനുഷ്യർ ചൊവ്വയിൽ ഇറങ്ങിയിരിക്കും എന്ന് ഇടയ്ക്കിടെ എക്സിൽ കുറിക്കാറുമുണ്ട് മസ്ക്. പക്ഷേ 2029 മസ്ക് ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കിയില്ല എങ്കിൽ ചിലപ്പോൾ സ്പേസ് എക്സിനെ നാസ വെട്ടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ചൊവ്വയിൽ മനുഷ്യനെ ഇറക്കാൻ നാസ ഉദ്ദേശിക്കുന്ന വർഷമാണ് 2030. ഇതിനിടെ നാസയുടെ ബജറ്റ് അമേരിക്ക വെട്ടിക്കുറച്ചുവെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു. ചൊവ്വയിലേക്കുൾപ്പെടെ നാസയുടെ ബഹിരാകാശ പദ്ധതികൾക്കുള്ള ഫണ്ടിങ്ങിൽ നിന്ന് $6 ബില്യൺ ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചത്. ഇത് സ്പേസ് എക്സിന്റെ പര്യവേഷണങ്ങളെ സഹായിക്കാനാണെന്ന വാദങ്ങളും ഉയർന്നിരുന്നു. അതേസമയം 450 മില്യൺ വർഷങ്ങൾക്കുള്ളിൽ സൂര്യൻ ഭൂമിയെ വിഴുങ്ങുമെന്ന മസ്കിന്റെ വാദങ്ങൾ ശാസ്ത്രജ്ഞർ നിഷ്കരണം തള്ളുന്നുണ്ട്. സൂര്യൻ നശിച്ച് ഭൂമിയെ ചുട്ട് ചാമ്പലാക്കണമെങ്കിൽ തന്നെ അതിനിയും 5 ബില്യൺ വർഷങ്ങളെങ്കിലും എടുക്കുമെന്നാണ് ശാസ്ത്രലോകം ഉറപ്പു നൽകുന്നത്. പക്ഷേ പരിഹാരം ഉടനടി വേണമെന്ന മട്ടാണ് മസ്കിന്. താൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യവാസം സുരക്ഷിതമാക്കാനുള്ള നടപടി തുടങ്ങി വെക്കണമെന്നതാണ് മസ്കിന്റെ സമീപനം. ഒക്കുപ്പൈ മാർസ് എന്നത് തന്റെ ജീവിതാഭിലാഷമാണെന്നൊക്കെ പലതവണ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട് മസ്ക്.